ജന്മാദ്യസ്തേതോന്നയാതിതരതച്ചാർത്തേഷവിജ്ഞസ്വരാട് തേനേ ബ്രഹ്മഹൃദായ ആദികവയെ മുഖ്യന്തേത് സൂര്യ തേജോവാരിമൃതാം യഥാവിനിമയോ യത്ര ത്രിസർഗോംഷ ദാംനാസ്തേന സദാ നിരസ്തകുഹകം സത്യം പരം ധീമഹി. നമസ്കാരം. സനാതന ധർമ്മസംഹിതകൾ പങ്കുവയ്ക്കാനുള്ള അല്ലെങ്കിൽ വിജ്ഞാന ശകലങ്ങൾ പങ്കുവയ്ക്കാനുള്ള ചാനലായ നാദശ്രീയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഓർമ്മപ്പെടുത്തിക്കൊള്ളുന്നു. ശ്രീമദ് ഭാഗവതത്തിലെ 2-ാമത്തെ സ്കന്ധത്തിൽ 3 അധ്യായമാണ് നമ്മൾ പിന്നിട്ടത്. ഇനി 4-ാമത്തെ അധ്യായം. സൂത ഉവാച വയ്യാസകേരിതി വചസ്തത്വനിശ്ചയമാത്മന ഉപധാര്യ മതീം കൃഷ്ണ ഔത്തരേയ സതീം വ്യഥാത്. ഔത്തരേയൻ ഉത്തരയുടെ പുത്രൻ. അതായത് പരീക്ഷിത്ത് ആത്മന പരമാത്മാവിൻ്റെ തത്വനിശ്ചയം, തത്വത്തെ നിശ്ചയിക്കുന്നതായ വയ്യാസകേഹേ ശുഗൻ്റെ, വയ്യാസകി വ്യാസപുത്രൻ ശുഗൻ്റെ വച, ഇപ്രകാരമുള്ള വചസ്സിനെ കേട്ടിട്ട് നന്നായി ധരിച്ചിട്ട് സതീം ശോഭനയായ മതിം ബുദ്ധിയുടെ കൃഷ്ണനിൽ വിശേഷേണ ധരിച്ചു. പറയണം ഇവിടെ സൂതൻ, അതായത് വയ്യാസകേരിതി വച, ഉത്തരയുടെ പുത്രൻ പരമാത്മാവായിരിക്കുന്ന തത്വത്തെ നിശ്ചയിക്കുന്നതായ വ്യാസപുത്രൻ്റെ ഇപ്രകാരമുള്ള വചസ്സിനെ. ശുഗൻ എന്താണ് ഇതിനു മുമ്പ് പറഞ്ഞത്? തൊട്ട് മുമ്പ് പറഞ്ഞ വാക്കുകൾ ശരിക്കും പറയച്ച സൂതൻ്റെ ശൗനകാദികളുടെ വാക്കുകളാണ് കേട്ടോ. ശൗനകാദികളുടെ വാക്കാണ്. അപ്പോൾ അവരെന്താണ് പറഞ്ഞത്? ഇനിയും പരീക്ഷിത്ത് ചോദിച്ചതും ശുഗൻ പറഞ്ഞതും ആയ കാര്യങ്ങൾ ഞങ്ങളോട് പറയണം എന്നാണ്. അപ്പം ശുഗൻ ഇതിനു മുമ്പേ പറഞ്ഞ വാക്യങ്ങൾ ഇവിടെ വരെയാണ് ശ്ലോകം വരിക എന്നാണെങ്കിൽ 12-ാമത്തെ ശ്ലോകം വരേക്കുള്ളതാണ് ഇവിടെ സൂചിപ്പിച്ചിരിക്കുന്നത്. മറ്റതൊക്കെ ശൗനകന്മാരുടെ വാക്കാണ്, ശൗനകാദി ഋഷികളുടെ വാക്കുകളാണ് ഇതിന് തൊട്ട് മുമ്പേ ഉള്ള അധ്യായത്തിൽ പറഞ്ഞത്. 12-ാമത്തെ ശ്ലോകം വരെ കുറച്ച് ശ്ലോകങ്ങളാണ് ശുഗൻ പറഞ്ഞു കൊടുത്തത്. അതിനെയാണ് ഇവിടെ സൂചിപ്പിച്ചിരിക്കുന്നത്. 12-ാമത്തെ ശ്ലോകത്തിൽ ജ്ഞാനം യഥാ പ്രതിനിവൃത്ത ഗുണോർമി ചക്രം ആത്മപ്രസാദ എത്ര ഗുണേഷു അസംഗ. സാത്വിക രാജസ താമസ ഭാവങ്ങളിൽ നിന്ന് മുക്തമായിട്ട് ആത്മാവിനെ പ്രസാദിപ്പിക്കുക എന്നുള്ള അതിലേക്ക് എത്തുക. അതിന് ഈശ്വര കഥ കേൾക്കൽ തന്നെയാണ് പ്രധാനമായിട്ട് വേണ്ടത്. വേറൊന്നുകൊണ്ടും ആ ലക്ഷ്യത്തിലേക്ക് എത്തില്ല. ആണ് ഈ കലിയുഗത്തിൽ അതിനല്ല പ്രാധാന്യം. നോക്കിയോ, എങ്ങനെ നോക്കിയാലും ഈശ്വര കഥയിൽ ഉള്ള ശ്രദ്ധയേക്കാൾ മറ്റ് കാര്യങ്ങൾക്ക് ശ്രദ്ധ കാണാം. അത് യുഗത്തിൻ്റെയും ഓരോരോ മാനസികാവസ്ഥയുടെ പ്രത്യേകതയാണ്. പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. അതാണ് ഇവിടെ എന്ത് പറയുന്നത്? കോ നിർവൃതോ ഹരികഥാസു രതിന്ന ഗുരിയാട്. ഈ യുഗം എന്ന് പറഞ്ഞാൽ തന്നെ മനസ്സിൻ്റെ അവസ്ഥയാണെന്നുണ്ട്. എപ്പോഴാണ് രജോ ഗുണവും തമോ ഗുണവും വർദ്ധിക്കുക? അപ്പം കലിയുഗം ഉണ്ട് എന്നാണ്. സമയവും കാലവും നോക്കണ്ട. ഈ കലിയുഗത്തിൽ തന്നെ കൃതയുഗം ഉണ്ടാവും. എങ്ങനെയായാൽ ശാന്തമായിട്ടുള്ള മനസ്സാണെങ്കിൽ ഇപ്പം തന്നെ ഉണ്ടാവാം. 2006 ശാന്തതയുണ്ടെങ്കിൽ അവർക്ക് കൃതയുഗം അത്രേ. ഇപ്പം യുഗഗണന കാലഗണന മാത്രമല്ല. എന്തായാലും ആ കഥ പറഞ്ഞു എന്നുള്ള 12-ാമത്തെ ശ്ലോകത്തിലാണ് ഇവിടെ ശുഗമഹർഷിയെ ഇവിടെ പറഞ്ഞത്. ആ വാക്യത്തിനാണ് സൂചിപ്പിക്കുന്നത്. ബാക്കിയൊക്കെ ശൗനകാദികൾ സംശയം ചോദിച്ചതാണ്. അപ്പം അത്തരത്തിലുള്ള ശുഗവാക്യങ്ങൾ കേട്ടിട്ട് വയ്യാസകേ രീതി വച തത്വനിശ്ചയം ആത്മന ഉപധാരമതീം കൃഷ്ണ ഔത്തരേയ സതിമ്യഥാത് പറയണം. ആത്മജായ സുധാകാര പശുദ്രവിണബന്ധുഷുരാച്ചേചാവികലേ നിത്യം പിരൂഢാം മമതം ജഹോ. ഇവിടെ ആത്മാവ് എന്ന വാക്കിന് അർത്ഥം ശരീരം എന്നാണ്. എന്തൊക്കെ അർത്ഥം ഒരു വാക്കിനൊരു ആത്മാവ് ശരീരം എങ്ങനെയാവുക? ഇവിടെ അങ്ങനെയാണ് അർത്ഥം. നാനാർത്ഥം ഉണ്ടല്ലോ ഇതിനൊക്കെ. ഈ ആത്മാവ് എന്ന് പറഞ്ഞാൽ
ശരീരത്തിൻ്റെ ഉള്ളിലുള്ള ആത്മാവിനും പറയും, ശരീരത്തിനും പറയും, സ്വന്തം എന്നുള്ള അർത്ഥത്തിലും പറയും. ആത്മഹത്യ എന്ന് പറഞ്ഞാൽ എന്താ? ആത്മഹത്യ എന്ന് പറഞ്ഞാൽ ആത്മാവിനെ അല്ലല്ലോ കൊല്ലണം. ആത്മാവിനെ ആർക്കാ കൊല്ലാൻ പറ്റുക? സ്വയം കൊല്ലുക എന്നുള്ള അർത്ഥത്തിലാണ് അവിടെ ആത്മഹത്യ എന്ന് പറഞ്ഞിരിക്കുന്നത്. ആത്മഗതം എന്ന് പറഞ്ഞാലോ സ്വയം പറയുക, കേൾക്കാൻ ആളില്ല, അങ്ങനെയാണ് നമ്മൾ ആത്മഗതം. അപ്പോൾ അവിടെ ആത്മാവെന്ന് പറഞ്ഞാൽ ശരീരവുമല്ല ആത്മാവുമല്ല അല്ലേ, സ്വന്തം മറ്റൊരാളില്ലാത്തതിനാണ് ആത്മാ. അതിനുള്ളിലത്തെ ആത്മാവിനും പറയാം, ശരീരത്തിനും പറയാം. മൂന്നർത്ഥമുണ്ട് സാധാരണ നില. ഇനി ഉണ്ടാവാം കേട്ടോ. അപ്പം ഇവിടെ ആത്മാ എന്ന് പറഞ്ഞാൽ ശരീരമാണ്. ആത്മാവ്, ജായ ഭാര്യ, ആദ്യം തന്നോടും പിന്നെ തന്നെ സുഖിപ്പിക്കാനുള്ള വസ്തു എന്ന് നമ്മൾ കരുതുന്ന ഭാര്യ, സുതൻ പുത്രൻ. ഇതൊക്കെ എന്തിനു വേണ്ടിയിട്ടാണ് വെച്ചാൽ എല്ലാവരും ചെയ്യുന്നത് തൻ്റെ സുഖത്തിന് വേണ്ടിയിട്ടാണ്. തനിക്ക് സുഖം ഉണ്ടാവണമെങ്കിൽ വീട്ടിൽ ഭാര്യയോ അല്ലെങ്കിൽ വിവാഹ ജീവിതമോ വേണം. ഭാര്യയ്ക്ക് സുഖിക്കാൻ വേണ്ടിയിട്ട് കാലപ്പം എത്ര മുന്നോട്ട് പോയാലും ഞാൻ അവളുടെ സുഖത്തിനാണ് കല്യാണം കഴിച്ചത് പറയും എന്നല്ലാണ്ട് സത്യത്തിൽ അങ്ങനെയല്ല. അതാണോ? നമ്മുടെ സുഖത്തിന്, അവരുടെ സുഖത്തിന് വേണ്ടിയിട്ട് നമുക്ക് കല്യാണം കഴിക്കേണ്ട ആവശ്യമില്ല, നമ്മുടെ സുഖത്തിന് വേണ്ടി തന്നെയാണ്. ജായ സുതൻ, അകാര എന്ന് പറഞ്ഞാൽ അവിടെ ഗൃഹം എന്നർത്ഥം. അകാര, പശു, മൃഗം. ഇതിനാ പശുവിനെ വളർത്തണം, നല്ല പാല് കിട്ടും. നമ്മുടെ സൗകര്യത്തിന് കിട്ടാൻ വേണ്ടിയിട്ടാണ് പശു ജീവിച്ചോട്ടെ വിചാരിച്ചിട്ട് ആരെങ്കിലും പശുവിനെ വളർത്തലുണ്ടോ? പശു, ഇവിടെ പശു എന്നുള്ളതിന് മൃഗമെന്നും ആവാം, യഥാർത്ഥ പശു എന്നും ആവാം, രണ്ടർത്ഥം കൊടുക്കാം. ദ്രവിണം, ധനം സമ്പാദിക്കുന്നത്. അവികലം, പൂർണ്ണം വിരൂഢം ഉറച്ചത്. മമതാം, അതിനോടുള്ള ഭാവത്തെ ഉപേക്ഷിച്ചു. ഈശ്വരകഥ കേട്ടാൽ മാത്രമേ ഇതിനോടുള്ള മമത മനസ്സെന്ന് പോവുള്ളൂ. നമ്മുടെ സുഖത്തിന് വേണ്ടി നമ്മൾ കരുതി വെച്ച, സമ്പാദിച്ച, നേടിക്കൂട്ടിയ, സംവിധാനം ചെയ്തുണ്ടാക്കിയ വസ്തുക്കൾ ഒന്നും നമുക്ക് സുഖത്തെ തരുന്നതല്ല എന്ന് മനസ്സിലാക്കിയിട്ട് ആ സുഖം എവിടുന്ന് കിട്ടുന്ന തിരിച്ചറിഞ്ഞാൽ എന്തുണ്ടാവും? ഈ സമ്പാദിച്ച വസ്തുക്കളോടുള്ള മമത നമ്മുടെ മനസ്സിൽ നിന്നാണ് പോവും. സുഖാസ്പദമല്ല, ഒന്നും സുഖം തരുന്നതല്ല, തെറ്റിദ്ധാരണ മാത്രമാണത്. ആത്മജായ സുധാകാര പശുദ്രവിണബന്ധുഷു. ശരീരം, ഭാര്യ, പുത്രൻ, ആകാരം, വീട്, ഭവനം, പശു, ദ്രവിണം, സമ്പത്ത്, ബന്ധുക്കൾ, ഇതെല്ലാം നമുക്ക് ദുഃഖത്തെ തരുന്നതാണ്. അതല്ല യഥാർത്ഥ സുഖം എന്ന് മനസ്സിലാക്കിയിട്ട് എന്തുണ്ടായി? രാജ്യം, അധികാരമുണ്ട് രാജാവിന് അല്ലെ പരീക്ഷത്തിന്, അതും ഉപേക്ഷിച്ചു. രാജ്യേശ അവികലേ നിത്യം. അവികലേന്ന് ഇതിലെല്ലാറ്റിനും ചേർന്ന വിശേഷണമാണ്. ഒട്ടും ശരിയല്ലാത്ത മനോഭാവമായ ഇതിനോടുള്ള മമത ഉപേക്ഷിച്ചു. അവികലമായ നിത്യം വിരൂഢാം മമതാം ജഗവും. അവികലം എന്ന് പറഞ്ഞാൽ വികലത്തിൻ്റെ ഓപ്പോസിറ്റാണ് കേട്ടോ. വികലമല്ല, അവികലമാണ്. പൂർണ്ണമായ, വികലമല്ലാത്ത എന്നർത്ഥമാണ് വരേണ്ടത്. പൂർണ്ണമായ ഭക്തി ഭഗവാനിലും ആത്മാവിലും ഉറച്ചു. എന്നിട്ടോ പപ്രച്ച ഛേവമേവാർത്ഥം ജന്മം പൃച്ഛത സത്തമാ കൃഷ്ണാനുഭാവശ്രവണേ ശ്രദ്ധദാനോ മഹാമന. ഏറ്റവും സത്തുക്കളായുള്ളവരെ, ശൗനകാദികളെ സംബോധന ചെയ്യണം. ശരകഥ കേൾക്കണമെന്ന് നിങ്ങൾക്ക് ആഗ്രഹം ഉണ്ടായില്ലേ? അതുകൊണ്ടാണ് അവർ ഉത്തമന്മാർ എന്ന് വിളിച്ചത്. യൂയം, നിങ്ങൾ, യത് യാതൊന്നിനെ, മാം എന്നോട്, പപ്രച്ച ചോദിക്കുന്നുവോ, ഇമം അർത്ഥം ഏവ ഈ കാര്യത്തെ തന്നെ, കൃഷ്ണാനുഭാവശ്രവണേ കൃഷ്ണമാഹാത്മ്യശ്രവണത്തിൽ ശ്രദ്ധദാന ശ്രദ്ധയുള്ളവനും മഹാമന. അതുകൊണ്ട് മഹാത്മാവിൻ്റെ അളവുപോലെ ഈശ്വരഭക്തി ഉണ്ടാവലാണ്. മഹാമന, ഉദാരമനസ്കനായ രാജാവ് ചോദിച്ചു, നിങ്ങളിപ്പോൾ ആത്മാവിന് എന്താണ് ഗുണം എന്ന് ചോദിച്ചിട്ടുള്ള അതേ ചോദ്യം തന്നെയാണ് പരീക്ഷിത്ത് ശുഗമഹർഷിയോട് ചോദിച്ചത്. അത് ഞാൻ നിങ്ങളോട് പറഞ്ഞു തരാം. നല്ല സംഭാഷണങ്ങളാണല്ലോ നമുക്ക് സമാധാനത്തെ തരിക. പപ്രച്ചേമമേവാർത്ഥം, ഇപ്പോൾ ചോദിച്ച കാര്യം തന്നെ, എന്മാം പൃച്ഛത സത്തമ നിങ്ങൾ ഉത്തമന്മാരായിട്ടുള്ള നിങ്ങൾ ചോദിച്ച ചോദ്യങ്ങൾ,
കൃഷ്ണാനുഭാവശ്രവണേ ശ്രദ്ധദാനോ മഹാമനസ്കനായിട്ടുള്ള പരീക്ഷിത്ത് ശുഗമഹർഷിയോട് കൃഷ്ണനെ സംബന്ധിച്ച് തന്നെയാണ് ചോദിച്ചത്. മറ്റൊന്നും ഇനി അറിയാനില്ലേ, 7 ദിവസമല്ലേ ഉള്ളൂ. സംസ്ഥാം വിജ്ഞായ സന്യസ്യ കർമ്മത്രൈവർക്കികഞ്ചേ വാസുദേവേ ഭഗവതി ആത്മഭാവം ദൃഢംഗത. സംസ്ഥാം, ഇവിടെ സംസ്ഥാം എന്ന വാക്കിന് സാന്ദർഭികമായിട്ട് മരണത്തെ എന്നാണ്. വിജ്ഞായ, അറിഞ്ഞിട്ട്, തനിക്ക് മരണമുണ്ട് എന്ന് ഉറപ്പാക്കിയ പരീക്ഷിത്ത്. 7 ദിവസമല്ലേ ഉള്ളൂ. ത്രൈവർഗികം, ത്രൈവർഗത്തെ സംബന്ധിച്ചതായ യത് കർമ്മ, യാതൊരു കർമ്മമോ തത് അതിനെ സന്യസ്യ ഉപേക്ഷിച്ചിട്ട്. ഭാഗവതത്തിൻ്റെ ഒരു പ്രധാന സ്പിരിറ്റ് എന്താണെന്ന് ചോദിച്ചാൽ ത്രൈവർഗികം. ഈ ഭാഗവതം ഉണ്ടാവണ വരേക്ക് ധർമ്മം, അർത്ഥം, കാമം, മോക്ഷം, ഇതാണ് ജീവിത ലക്ഷ്യം എന്ന് പരമമായി വിശ്വസിച്ചിരുന്നു. പക്ഷെ അതിനൊരു ചെറിയ മാറ്റം ശ്രീമദ് ഭാഗവതം ഉണ്ടായ കാലം മുതലും ഉണ്ടായി. അവിടെയൊക്കെ വളരെ പ്രാധാന്യമുണ്ട്. ധർമ്മവും അർത്ഥവും കാമവും മോക്ഷവും ഒരേപോലെ പ്രാധാന്യം അർഹിക്കുന്നതല്ല. തിരുത്തി ഭാഗവതം. ഇനി നിങ്ങൾ മോക്ഷത്തിലേക്ക് ശ്രദ്ധിക്കൂ. എന്താ ധർമ്മവും അർത്ഥവും കാമവും വേണ്ടേ? ധർമ്മവും അർത്ഥവും കാമവും ഒരിക്കലും പൂർണ്ണമാവില്ല. ഒരിക്കലും ആർക്കും ഒരു കാലത്തും പൂർണ്ണമായിട്ടില്ല. ഇത് മനസ്സിലാക്കാൻ കുറച്ച് സമയം വ്യാസൻ തന്നെ വേണ്ടി വന്നു. 17 പുരാണവും ശ്രീ മഹാഭാരതവും ജനിച്ചിട്ടാണ് വ്യാസൻ എന്നത് മനസ്സിലായത്. പിന്നെ നമ്മുടെ കാര്യം പറയണ്ടോ? അപ്പോൾ ധർമാർത്ഥവും കാമത്തിൻ്റെ പിന്നാലെ ഓടിയതുകൊണ്ട് കുറ്റം പറയണ്ട. വ്യാസനടക്കത് മനസ്സിലായിട്ടില്ല. ജീവിതം നന്നാക്കണം, ജീവിതം എവിടെ ജീവിതം നന്നാവണമെന്ന്. അത് നിരാശാബോധമല്ല. ജീവിതം മുഴുവൻ പൂർണ്ണമാവില്ലേ? പൂർണ്ണമായാൽ അത് ജീവിതമല്ല. ധർമ്മം എത്ര പേർക്ക് ശരിക്കും അനുഷ്ഠിക്കാൻ പറ്റിയിട്ടുണ്ട്? ശ്രീരാമനടക്കം പറ്റിയിട്ടില്ല. എന്നിട്ട് വേണ്ട ഇപ്പോൾ ബാക്കിയുള്ളവരുടെ കാര്യം. രാമോ വിഗ്രഹവാൻ ധർമ്മ എന്ന് പറഞ്ഞ രാമന് ധർമാനുഷ്ഠാനത്തിൽ ശ്രദ്ധ കൂടി. എന്നിട്ട് എന്തുണ്ടായി? വല്ലവരും പറഞ്ഞു കേട്ടിട്ട് സ്വന്തം പത്നിയെ ഉപേക്ഷിച്ചു. ഇന്നും അത് വിവാദം തന്നെയാണ്. പണ്ഡിതന്മാർക്ക് ശരിക്കും ഉത്തരവൊന്നും പറയാൻ പറ്റിയിട്ടില്ല. അത് ചെയ്തത് ശരിയായോ? അങ്ങനെ ഉണ്ടായിട്ടെന്നില്ല എന്ന് ചിലർ വാദിക്കണു. ഉണ്ടായിട്ടെന്നില്ല എന്ന് ചിലർ വാദിക്കണു. അത് പ്രക്ഷിപ്തമാണ്. എന്തോ ആയിക്കോട്ടെ, ഇവിടെ വിവാദം വന്നു. അത് ഉണ്ടായ കഥയാണോ, രാമൻ അങ്ങനെ ചെയ്തിട്ടുണ്ടോ, പ്രക്ഷിപ്തൊക്കെ വെട്ടിക്കളയൂ. കഥയിൽ എവിടുന്നോ അങ്ങനെ ഒരു പ്രസ്താവം വന്നു ഇല്ലേ? അവിടെ വിവാദമാണ് ഉണ്ടായത്. വിവാദം കൊണ്ട് എവിടെയെങ്കിലും രക്ഷ ഉണ്ടോ? ഒരാളൊന്ന് പറയുക, ഒരാൾ ക്രോസ് ചെയ്യുക വീണ്ടും. അപ്പോൾ അതുകൊണ്ടും ഒരു ശരിയായിട്ടില്ല. വാൽമീകി രാമായണവും മഹാഭാരതവും ശരിയായിട്ടുള്ള സമാധാനം ജനങ്ങൾക്ക് നൽകിയിട്ടില്ല. അണ്ടർലൈൻ ഉറപ്പന്നെയാണത്. അതൊക്കെ പ്രധാനപ്പെട്ട ഗ്രന്ഥങ്ങളാണ്. പക്ഷേ വ്യാസൻ തന്നെ പറഞ്ഞിരിക്കണു അതുവരെയുള്ള ഗ്രന്ഥങ്ങൾ അപൂർണമാണ്. വ്യാസൻ പറഞ്ഞതാണ്, നമ്മൾ പറഞ്ഞതല്ല. അതുകൊണ്ടാണല്ലോ വിഷാദിച്ച് സരസ്വതി നദി തീരത്തിരുന്നിട്ട് ഭാഗവത രചന വേണം എന്ന് നാരദൻ പറഞ്ഞത്. മഹാഭാരതം പൂർണ്ണമായിരുന്നെങ്കിൽ അതോടെ നിർത്താമായിരുന്നില്ലേ വ്യാസന്? എന്തുകൊണ്ട് ഭാഗവതം രചിച്ചു? അവിടെ ഒരു അപൂർണതയുണ്ട്. എന്താ അപൂർണത? ധർമാർത്ഥ കാമമോക്ഷങ്ങൾ നേടി 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 അത് ചെയ്യുക, ഇത് ചെയ്യുക, അങ്ങോട്ടോടുക. ഇതിന് എവിടെ അവസാനം, എവിടെ ആർക്ക് പൂർണ്ണത കിട്ടി? ലോകത്തിൽ ആർക്കും കിട്ടിയിട്ടില്ല, കിട്ടൂല. ജീവിതത്തിൻ്റെ സ്വഭാവം തന്നെ അപൂർണതയാണ്. അത് അംഗീകരിച്ചവർക്ക് എന്തുണ്ട്? വലിയ കുഴപ്പമുണ്ടാവില്ല. അത് അംഗീകരിക്കാത്തവർക്ക് ഒരിക്കലും സ്വസ്ഥത ഉണ്ടാവില്ല. അപ്പോൾ ഇവിടെ അത് പറയണം. അതിലങ്ങോട്ട് ആ ഒരു താല്പര്യം വ്യാസൻ തന്നെ ഉപേക്ഷിച്ചിട്ട് ഭാഗവതം എഴുതിയത്. ഏതിലേക്ക് പ്രാധാന്യം കൊടുക്കുക? മോക്ഷത്തിന്. 4-മത്തേന് നിങ്ങൾ പ്രാധാന്യം കൊടുക്കൂ. മോക്ഷം അതെല്ലാവർക്കും നേടാവുന്നതാണ്. ഒരാൾക്ക് പോലും ശ്രമിച്ചാൽ കിട്ടാത്തതല്ല. ധർമാർത്ഥ കാമങ്ങളൊക്കെ കിട്ടിയെന്നേ ഉള്ളൂ. അപ്പോൾ വ്യത്യാസമില്ലേ? വ്യത്യാസമുണ്ട്. മോക്ഷം എല്ലാവർക്കും അവൈലബിളാണ്, എല്ലാവർക്കും ലഭ്യമാണ് ശ്രമിച്ചാൽ.
ധർമാർത്ഥ കാമങ്ങൾ കിട്ടിയെന്ന് വിചാരിച്ചാൽ മതി. ഈ പശു നെൽക്കിൻ്റെ കണ്ടത്തിൽ കൂടെ വിടുകയാണ്, നല്ല വളഞ്ഞ നെല്ലുണ്ട്, ഉടമസ്ഥൻ വടിയും കൊണ്ട് വരുമ്പോൾ അതിൻ്റെ ഒരു തീറ്റയുണ്ട് അല്ലേ? കിട്ടി പിന്നിലെ വടിയും കൊണ്ടാണ് വരുന്നത്, അടി കിട്ടാണ്ട് കിട്ടിയെന്ന് പറഞ്ഞിട്ടൊരു തീറ്റ. അതുപോലെ എത്രേ ധർമ്മവും അർത്ഥവും കാമവും. ഈ പ്രയാണത്തിൽ കിട്ടിയെന്ന് വിചാരിച്ചാൽ മതി, അല്ലാത്തതൊക്കെ പോട്ടെ എന്ന് വിചാരിക്കണം എന്നാണ്. ഈ ശ്ലോകം തന്നെ ഉണ്ട്, ആയാതം അപേക്ഷണീയം, ഗതം സർവമുപേക്ഷണീയം. വന്നതൊക്കെ സ്വീകരിക്കാനും പോയതൊക്കെ ഉപേക്ഷിക്കാനും പഠിച്ചാൽ ജീവിതത്തിൽ ദുഃഖം ഉണ്ടാവില്ല. നമ്മൾ നേരെ തിരിച്ചാ, വന്നതൊക്കെ സ്വീകരിക്കാൻ നമ്മൾ തയ്യാറുണ്ടോ? രോഗം വന്നതാണ്, അയ്യോ ഇത് വേണ്ടാന്ന്, അത് സ്വീകരിക്കുക, വേറൊരു വഴിയില്ല. ഗതം ധനാണ് പോയത്, പോട്ടെ, പോയതിനെ പിടിച്ചിട്ട് കാര്യമുണ്ടോ? അപ്പോൾ പോയതിനെ ഉപേക്ഷിക്കാനും വന്നതിനെ സ്വീകരിക്കാനും ഉള്ള മനോഭാവം ഉണ്ടെങ്കിൽ അവൻ ദുഃഖിക്കില്ല എന്നാണ്. ധർമാർത്ഥ കാമങ്ങളുടെ സ്ഥിതി ഇത്രയേ ഉള്ളൂ. കിട്ടി, വിവാഹം കഴിച്ചു സന്തതി ഉണ്ടായില്ല, അങ്ങനെ വരാം. ഉണ്ടായത് നേരേവാദം, അങ്ങനെ വരാം. ഇതൊന്നും ഒരാൾക്ക് മാത്രമുള്ള അത്ഭുതമൊന്നുമല്ല, ലോക സ്വഭാവമാണ് എന്ന് മനസ്സിലാക്കുക. പക്ഷെ മോക്ഷം അങ്ങനെയല്ല, അതെല്ലാവർക്കും കിട്ടും. അതിൽ നമ്മൾ ശ്രദ്ധിച്ചാൽ ധർമാർത്ഥ കാമങ്ങളുടെ പ്രാധാന്യം കുറയും. അതാണ് ഇവിടെ എന്ത് പറഞ്ഞത്, അതൊക്കെ പറയാനുള്ള കാര്യമാണ്. അതുകൊണ്ടാണ് പറഞ്ഞത്, ത്രൈവർഗികം യത് കർമ്മ തത് സന്യസ്യ. ധർമാർത്ഥ കാമങ്ങളെ ഉപേക്ഷിച്ചിട്ട് അതിൻ്റെ പിന്നാലെയുള്ള അമിത പ്രാധാന്യത്തെ കളഞ്ഞാൽ തന്നെ സമാധാനം ഉണ്ടാവുന്ന. അത് ചെയ്താൽ ഇത് കിട്ടും, അത് നന്നാവാൻ എന്താ വേണ്ട, അതിനെവിടേക്ക് ഓടിയാലാ ഗുണം കിട്ടുക. കലിയുഗത്തിൽ അങ്ങനത്തെ ഭക്തി ഇഷ്ടം പോലെ ഉണ്ടാവും. ഭഗവാനായ വാസുദേവനിൽ ആത്മഭാവത്തെ ഉറപ്പോടു കൂടിയിട്ട് അങ്ങോട്ട് പ്രാപിച്ചു പരീക്ഷിത്ത്. ഇനി എനിക്ക് ധർമ്മവും അർത്ഥവും കാമവും ഒന്നും ഇല്ല, മോക്ഷം മാത്രമേ ഉള്ളൂ. കാരണം എന്താണ്? സംസ്ഥാം വിജ്ഞായ, മരണത്തെ അദ്ദേഹം മുന്നിൽ കണ്ടു. ആരാ മരണത്തെ മുന്നിൽ കാണാത്ത? ഈ ശ്വാസതാളം എപ്പോഴാണ് നിലയ്ക്കുക എന്ന് ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? ഒരു കുഴഞ്ഞു വീഴൽ മതി. പരീക്ഷത്തിന് 7 ദിവസമെങ്കിലും ഉണ്ട്. നമുക്ക് 7 ദിവസവും ഉറപ്പില്ല. കിട്ടിയ ആയുസ് അത്രയേ ഉള്ളൂ. അപ്പോൾ സംസ്ഥാം വിജ്ഞായ, മരണത്തെ മുന്നിൽ കാണൂ. ധർമ്മവും അർത്ഥവും കാമവും ഇവിടെ ഇട്ട് പോകേണ്ടതാണ്. ഇവിടെ ഇട്ട് പോണ്ടാത്തത് എന്തേ ഉള്ളൂ? മോക്ഷം മാത്രമേ ഉള്ളൂ. അവിടേക്ക് ശ്രദ്ധിച്ചു. അങ്ങനത്തെ കാര്യങ്ങൾ പറയാൻ ശുഗമഹർഷിയോട് അപേക്ഷിച്ചു. രാജോവാച സമീചീനം വജോ ബ്രഹ്മൻ സർവജ്ഞവാനഖ തമോ വിശീര്യതേ മക്യം ഹരേ കഥയത കഥാം. ഹരേ കഥാം, ഹരിയുടെ കഥകൾ, കഥയഥ പറയുന്ന, അങ്ങയുടെ, ശുഗമഹർഷിയുടെ നർത്ഥം വാക്ക്, സമീചീനം വളരെയധികം ശ്രേഷ്ഠമായിട്ട് എനിക്കിപ്പോൾ തോന്നുന്നു. ഇതാണ് കേൾക്കേണ്ടത് ചെവിയുണ്ടെങ്കിൽ ഇപ്പം എനിക്ക് തോന്നുന്നു. മഹ്യം, എൻ്റെ തമ ഇരുട്ട്, വിശീര്യതേ, എൻ്റെ അജ്ഞാനം നശിക്കുന്നു എന്ന് രാജാവ് പറഞ്ഞു. ഇനിയൊരു ചോദ്യത്തിൻ്റെ തുടക്കമാണത്. അങ്ങയുടെ വാക്ക് കേട്ടിട്ട് എൻ്റെ അജ്ഞാനം തീർന്നു പോകുന്നു. സമീചീനം വചോ ബ്രഹ്മൻ സർവജ്ഞസ്യ തവാനഘ. സർവജ്ഞനായിരിക്കുന്ന അങ്ങയുടെ വാക്കുകൾ, വചോ കേട്ടിട്ട് എൻ്റെ അജ്ഞാനം നീങ്ങുന്നു. തമോ വിശീര്യതേ മഹ്യം, തമസ് ഇരുട്ട്, അജ്ഞാനം, വിശീര്യതേ നീങ്ങുന്നു. ഹരേ കഥയത കഥാം. അങ്ങയുടെ ഹരിയുടെ കഥ വീണ്ടും പറയുക. പറഞ്ഞു, ഭൂയ ഏവ വിവിത്സാമി ഭഗവാനാത്മമായ യഥാം യഥേദം സൃജതേ വിശ്വം ദുർവിഭാവ്യമതീശ്വരേ. അതീശ്വരേഹി, ഈശ്വരന്മാരാൽ, ദുർവിഭാവ്യം, തർക്കിക്കാനോ തർക്കം എന്നുള്ള വാക്കിനർത്ഥം നമ്മൾ തർക്കിക്കുകയല്ല, ചിന്ത എന്നൊരർത്ഥമുണ്ട് സംസ്കൃതത്തിൽ. തർക്കിക്കുക, ചിന്തിക്കുകയാണ്, അല്ലാണ്ട് പരസ്പരം വാഗ്വാദത്തിൽ ഏർപ്പെടല്ല കേട്ടോ. ഇവിടെ ദുർവിഭാവ്യം, ചിന്തിക്കാൻ കഴിവില്ലാത്ത, ഇതം വിശ്വത്തെ, ഈ ലോകത്തെ എങ്ങനെ സൃഷ്ടിച്ചു എന്ന് എനിക്ക് അറിയണമെന്നുണ്ട്. ആർക്കെങ്കിലും അറിയണമെന്നുണ്ടോ ഈ ലോകം എങ്ങനെയാണ് സൃഷ്ടിക്കപ്പെട്ടതെന്ന്?
അറിയണം എന്നുണ്ടെങ്കിൽ ആത്മജ്ഞാനത്തിൻ്റെ ലേശൊരു ഭാവം മനസ്സിൽ വരണം, എന്നാലേ ഉണ്ടാവുള്ളൂ. അതുകൊണ്ട് ഈ ലോകത്തെ ഇങ്ങനെ ഭഗവാൻ സൃഷ്ടിച്ചു, ശ്രീഹരി സൃഷ്ടിച്ചു. ഈ വിശ്വത്തെ ഭഗവാൻ തൻ്റെ മായ കൊണ്ട്, ആത്മമായയാ, യഥാർത്ഥത്തിലുള്ളതല്ല, മായ കൊണ്ട് സൃഷ്ടിച്ചതാണ്. യഥാ സൃജതേ, എങ്ങനെ സൃഷ്ടിക്കുന്നുവെന്ന് വീണ്ടും അറിയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ലോകത്തിൻ്റെ സൃഷ്ടിത്രിസംഹാരത്തെക്കുറിച്ചാണ് ചോദ്യം. ഭൂയ ഏവ വിവിത്സാമി ഭഗവാൻ ആത്മമായയാ, ഭഗവാൻ ആത്മമായ കൊണ്ട് ഈ ലോകത്തെ എങ്ങനെ സൃഷ്ടിച്ചു എന്ന് വിവിത്സാമി അറിയാൻ ആഗ്രഹിക്കുന്നു, ഞാൻ അറിയാൻ ആഗ്രഹിക്കുന്നു. എന്ത്? ഭഗവാൻ ആത്മമായ യഥേദം വിശ്വം സൃജതേ, എങ്ങനെ ലോകത്തെ സൃഷ്ടിച്ചു. വളരെ പ്രയാസമുള്ളതും ചിന്തിക്കാൻ പോലും ചിന്തിച്ചാൽ എത്താത്ത കാര്യവും ആണ് അത് ഒന്ന് പറഞ്ഞാൽ തിരക്കടില്ല. അതിന് ലോകത്തിൻ്റെ സൃഷ്ടിയെക്കുറിച്ചിട്ടാണ്, സൃഷ്ടിയിലേക്ക് കിടക്കുകയാണ്. ചിങ്കുടി സങ്കീർണ ഭാഗങ്ങളാണത്. യഥാ ഗോപായതി വിവർ യഥാ സംയച്ഛതേ പുനഃ യാം ശക്തിമുപാശ്രിത്യ പുരുശക്തി പരപ്പുമാൻ ആത്മാനം ക്രീഡൻ കരോതി വികരോതി ച. വിഭു ഭഗവാൻ പുരുശക്തി, ബഹുശക്തിമാനായ ആ പരമപുരുഷൻ, ആ വിശേഷണം കൊടുത്തിരിക്കുകയാണ് വിഭു എന്നും. പുരുശക്തി, മഹാശക്തനും സർവത്ര വ്യാപിച്ചവനും ആയ, വിഭു എന്ന് പറഞ്ഞാൽ സർവത്ര വ്യാപിച്ചവനായ ആ ഭഗവാൻ യാം ശക്തിയും, ഏതേത് ശക്തിയെ സ്വീകരിച്ചിട്ടാണ് ഇതിനെ രക്ഷിക്കുന്നത്. ലോകത്തെ സൃഷ്ടിച്ചാൽ മാത്രം പോരാ, രക്ഷിക്കണം, കാലം വരുമ്പോൾ സംഹരിക്കും വേണം. ഇത് ഒന്നിൻ്റെ 3 ഭാഗമാണ്. ഗോപായതി എന്ന് പറഞ്ഞാൽ രക്ഷിക്കുകയാണ്. എങ്ങനെയാണ് രക്ഷിക്കുന്നത്? യഥാ സംയച്ഛത, എങ്ങനെ സംഹരിക്കുന്നു എന്നൊക്കെ ഒന്ന് പറയാമോ? ക്രീഡിക്കുന്നവനായിട്ട് യഥാ കരോതി, എങ്ങനെ സൃഷ്ടിക്കുന്നു. കരോതി ക്രീഡൻ ഗോപായതി സംയച്ഛത, ഗോപായതെ രക്ഷിക്കുന്നു, സംയച്ഛതെ സംഹരിക്കുന്നു, യഥാ കരോതി സൃഷ്ടിക്കുന്നു. എങ്ങനെ സൃഷ്ടിക്കുന്നു, എങ്ങനെ സംഹരിക്കുന്നു, എങ്ങനെ രക്ഷിക്കുന്നു എന്നൊന്ന് പറയാമോ? ആത്മാവിനെ കളിപ്പിക്കുന്നവനായിട്ട് യഥാ വികരോതി, എങ്ങനെ വിവിധത്തെ ഉണ്ടാക്കുന്നു. അവിടെയുണ്ട് ആത്മാവിനെ കളിപ്പിക്കുന്നവനായിട്ട് എന്ന് പറഞ്ഞാൽ ആത്മാവിനെ കളിപ്പിക്കാൻ പറ്റുമോ? ആത്മാവിനെ കളിപ്പിക്കാൻ പറ്റില്ല, ആത്മാവ് കളിക്കണില്ല. അവിടെ ശരിക്കും വെച്ചാൽ മനസ്സ് എന്നാണ് ഉദ്ദേശിക്കേണ്ടത്. ആത്മാനെന്ന് പറഞ്ഞാൽ മനസ്സ് എന്നർത്ഥമുണ്ട്. നേരത്തെ പറഞ്ഞില്ല, ശരീരം, ആത്മാവ്, സ്വന്തം പ്ലസ് വേറൊരർത്ഥം മനസ്സ് എന്നൊരർത്ഥമുണ്ട്. പ്രപഞ്ചത്തിലുള്ളവരുടെ എല്ലാവരുടെയും മനസ്സിനെ മോഹിപ്പിച്ച് കളിപ്പിക്കുകയാണ് ഭഗവാൻ ശരിക്ക് എന്നാണ് പറയണത്. നാടകം കളിച്ചിട്ടിങ്ങനെ സന്തോഷത്തിലും സുഖത്തിലും ദുഃഖത്തിലും കാണികളെ ഭ്രമിപ്പിക്കും കഥാകൃത്ത് ഇല്ലേ. ആത്മഹത്യയായിട്ടും കലഹമായിട്ടും അട്ടിപ്പിട്ടിയായിട്ടും ദുഃഖിക്കുന്നതായിട്ടും കാമുകനും കാമുകിയും പിരിയുന്നതായിട്ടൊക്കെ ഇവരിങ്ങനെ ദുഃഖിക്കുകയാണ്. ആര്? ഈ കാണുന്നവർ. സത്യത്തിൽ അവിടെ വല്ലതും ഉണ്ടോ? ഇപ്പോഴാണെന്ന് വെച്ചാൽ സ്ക്രീനാണുള്ളത് അല്ലേ, വേറൊന്നും അവിടെ ഇല്ല. കാണുന്നവർക്ക് ഈ വികാരങ്ങളൊക്കെ ഉണ്ടാവണം. അപ്പോൾ ഒക്കെ കളിപ്പിക്കുകയല്ലേ ചെയ്യണം. എത്ര കാഴ്ചക്കാരെ, പ്രേക്ഷകരെ കഥാകൃത്ത് കളിപ്പിക്കണു. അതുപോലെ ഒരു മായയാണത്ര ഈ ലോകം. ഇതൊന്നുമില്ലാത്തതാ. അപ്പോൾ നമുക്ക് അതിൽ നിന്ന് ഒരു ഉത്തരം കിട്ടും. എന്തിനാണ് ഭഗവാൻ ഇത്രയധികം ക്രൂരത ചിലരോട് കാണിക്കുന്നത്? ദുഃഖിപ്പിക്കണു, കുട്ടികളുണ്ടായിട്ട് മരിക്കണു, കുട്ടികളില്ലാതെ ദുഃഖിപ്പിക്കണു, ദാരിദ്ര്യം കൊണ്ട് ദുഃഖിപ്പിക്കണു, അവനവൻ്റെ കടമ ചെയ്യാൻ പറ്റാണ്ട് ദുഃഖിക്കണു. ഈ ദുഃഖിപ്പിക്കുന്നത് ക്രൂരതയല്ലേ? വിശ്വസിച്ചിട്ടും അവരെയും കഷ്ടപ്പെടുത്തുന്നുണ്ട്. അതിൻ്റെ ഉത്തരമാണ് എന്ത്? ഇതൊക്കെ ഇല്ലാത്തതാണ്. കഥാകൃത്തിന് ഒരാളെ കൊല്ലാൻ എന്തെങ്കിലും വിരോധമുണ്ടോ? കൊന്നു, വെടിവെച്ചു കൊന്നു, നാടകത്തിൽ അഭിനയിച്ചു, എങ്ങനെയൊക്കെയോ ചോര ഉണ്ടാക്കി ഒരാളെ കൊന്നാൽ അയാളെ പോലീസ് അറസ്റ്റ് ചെയ്യാറില്ല. അയാളെ നാടകത്തിലത്തെ പോലീസ് ചിലപ്പോൾ അറസ്റ്റ് ചെയ്യും അല്ലേ. യഥാർത്ഥ പോലീസ് വന്നിട്ട് അറസ്റ്റ് ചെയ്യുമോ? കാരണം അത് അഭിനയിച്ചതാണ്. കൊന്നതായിട്ട് അഭിനയിച്ചു, അയാൾ മരിച്ചിട്ടൊന്നുമില്ല. കുറച്ച് കഴിഞ്ഞാൽ വേഷം അഴിച്ചിട്ട് അയാൾ വരുന്നു. അതുപോലെയുള്ളൂ ഈ ലോകം. എത്ര ആൾ മരിച്ചാലും അതൊന്നും യഥാർത്ഥ മരണമല്ല.
ഇതൊന്നും ഉണ്ടായിട്ടില്ല. പിന്നെ ഭഗവാൻ അതിൽ എന്ത് പ്രയോഗിച്ചാൽ എന്താണെന്നാണ് ഉത്തരം. അതുകൊണ്ട് ഭഗവാൻ ക്രൂരനൊന്നുമല്ല. ഭഗവാൻ ഒരു കഥാകൃത്തിൻ്റെ സ്ഥാനമേ ഉള്ളൂ. ആരെ വേണമെങ്കിൽ കഥാകൃത്തിന് കൊല്ലാം, ഇല്ലേ? അതിൽ ശരിക്കുള്ള പോലീസ് അറസ്റ്റ് ചെയ്യില്ലല്ലോ. നാടകത്തിലത്തെ പോലീസ് ചിലപ്പോൾ അറസ്റ്റ് ചെയ്തു എന്ന് വരും, കുറച്ച് കഴിഞ്ഞാൽ വേഷം അഴിച്ചാൽ കഴിയുകയും ചെയ്തു. ഇതുപോലെ തന്നെയാണ് ഈ ലോകം. അപ്പം അതിൽ ക്രൂരത എന്ന് പറഞ്ഞ ഒന്നുമില്ല, ദയ എന്ന് പറഞ്ഞതുമില്ല, സ്നേഹം എന്ന് പറഞ്ഞതുമില്ല. ഇതെല്ലാം കൃത്രിമാണ്. അപ്പോൾ ഭഗവാന് ക്രൂരത പ്രവർത്തിച്ചു എന്നൊന്നും പറയാനില്ല. യഥാ കരോതി ആത്മാനം ക്രീഡയൻ, മനസ്സിനെ മോഹിപ്പിക്കുകയാണ് ഭഗവാൻ ഈ ലോകത്തിലെല്ലാവരെയും ചെയ്യുന്നത്. അതിൽ മോഹിക്കാത്തവരാരെങ്കിലും ഉണ്ടോ? യഥാ വികരോതി, ദ്വൈതത്തെ എങ്ങനെയാണ് ഭഗവാൻ സൃഷ്ടിക്കുന്നത് എന്ന് എന്നോട് പറയണം. മരിക്കുന്ന സമയത്ത് എനിക്കിപ്പോൾ ഇതൊക്കെയാണ് അറിയേണ്ടത്. നൂനം ഭഗവതോ ബ്രഹ്മൻ ഹരേരദ്ഭുതകർമ്മണ ദുർവിഭാവ്യമിവാഭാതി കവിഭിച്ചാഭിചേഷ്ടിതം. ബ്രഹ്മൻ, ബ്രഹ്മജ്ഞനായുള്ളവനെ, അത്ഭുതകർമ്മണ, അത്ഭുതകർമാവായിട്ടുള്ള ഭഗവാന്റെ ഹരിയുടെ ചേഷ്ടിതം, വ്യാപാരം അല്ലെങ്കിൽ പ്രവർത്തനങ്ങൾ. കവിഭി ച അഭി, കവി എന്ന് പറഞ്ഞാൽ പണ്ഡിതൻ അർത്ഥമാണ്. കവിത എഴുതുന്ന ആളല്ല. പണ്ഡിതന്മാർ പോലും അത്ഭുതത്തോടു കൂടിയിട്ട് കീർത്തിക്കുന്നു. പണ്ഡിതന്മാർ അത്ഭുതത്തോടു കൂടി കീർത്തിക്കുന്നതാണ് ഭഗവാന്റെ കർമ്മങ്ങൾ. അതാണ് പല ദിക്കിലെ അത്ഭുതകർമ്മണ, ഹരേരത്ഭുതകർമ്മണ, ഹരേരത്ഭുതകർമ്മണ. ഓരോരോ കർമ്മവും അത്ഭുതമുള്ളതാണ്. അങ്ങനെയാലേ അത് ഭഗവാനാവുള്ളൂ. ഒക്കെ പ്രത്യേകതകൾ വേണം, അല്ലേ? നമ്മളെ പോലെ ഷർട്ടിട്ടു, പാൻറ്റിട്ടു, കാർ ഓടിച്ചു പരമേശ്വരൻ, വല്ല അത്ഭുതമുണ്ടോ? ചൂരിദാറിട്ട് പാർവതി നടന്നു, അതിൽ അത്ഭുതമില്ല. അതൊക്കെ കാളപ്പുറത്ത് പോകണം, പുലിത്തോൽ ഉടുക്കണം, ആകാശത്ത് കൂടെ സഞ്ചരിക്കണം, വിമാനമില്ലാതെ. വിമാനം ഉണ്ടാവാൻ പാടില്ല, നമുക്ക് പറ്റുമോ? അപ്പോൾ അത് അത്ഭുത കർമാവാണ്, അത്ഭുത വേഷമാണ്. നമുക്ക് 2 കൈയിൽ വെച്ചാൽ 4 കൈ വേണം. അതിലൊക്കെ ആയുധങ്ങൾ, ഇതൊക്കെ പ്രത്യേകതകളാണ്. പ്രത്യേകതകളാണ് ഭഗവാനാക്കുന്നത്. അല്ലെങ്കിൽ വല്ല അത്ഭുതമുണ്ടോ? ആരെങ്കിലും ഭഗവാനെ വിചാരിക്കും കൂടി ചെയ്യില്ല, നമ്മളെപ്പോലെ ഒരാളായിട്ടാണ് ചിത്രീകരിച്ചതെങ്കിൽ. വാൽമീരാമായണത്തിനുള്ള ഒരു ഡ്രോബാക്ക് എന്ന് പറയുന്നത് തന്നെ അതാണെന്ന് ചിലർ പറയുന്നു. എനിക്ക് അധ്യാത്മരാമായണം കേട്ടോ ഇഷ്ടം. എന്താ ഇപ്പോൾ ഒരു മനുഷ്യനെ ഇങ്ങനെ കീർത്തിക്കുന്നത് വിളക്ക് വെച്ച് വായിക്കാനുള്ളത്? ഇത്രയും ആൾക്കാർ ചോദിക്കുന്നുണ്ട് അധ്യാത്മരാമായണമാണോ വേണ്ടതെന്ന്. അപ്പോൾ ഈശ്വരൻ്റേതായിട്ടുള്ള പ്രത്യേകതകൾ ഉണ്ട്. അതാണ് ഇവിടെ അത്ഭുതകർമ്മണ. അത്ഭുതകർമാവായിരിക്കുന്ന ഭഗവാന്റെ ആ ഒരു മാഹാത്മ്യം ഞാൻ കേൾക്കാൻ ആഗ്രഹിക്കുന്നു. അത്ഭുതകർമാവായതുകൊണ്ടാണ് കേൾക്കണമെന്ന് തോന്നുന്നത്. സാധാരണ കർമ്മങ്ങൾ ആർക്ക് കേൾക്കണം? യഥാ ഗുണാന്തു പ്രകൃതേർയുഗപർക്രമശോപി വാ വിവർത്തി ഭൂരിശസ്ത്വേക കുർവൻ കർമാണി ജന്മഭി. ഏക, ഒരുവൻ, ജന്മഭി, ജന്മങ്ങൾ കൊണ്ട്, ഭൂരിശ, അനേകങ്ങളായ കർമാണി, കർമ്മങ്ങളെ യുഗപത്, ഏകകാലത്തിൽ, കുർവൻ, ചെയ്യുന്നവനായിട്ടോ, ക്രമശ, ക്രമത്തിൽ ചെയ്യുന്നവനായിട്ടോ, പ്രകൃതേ, പ്രകൃതിയുടെ ഗുണാൻ, ഗുണങ്ങളെ, യഥാ വിഭർത്തി, എങ്ങനെ ഭരിക്കുന്നു. ബഹു ജന്മങ്ങളായ ഒരേ സമയത്തിൽ, ജന്മങ്ങളെ ഒരേ സമയത്ത് സ്വീകരിച്ചിട്ടോ, ക്രമത്തിൽ സ്വീകരിച്ചിട്ടോ എങ്ങനെയാണ് ഭഗവാൻ കർമ്മങ്ങൾ ചെയ്യുന്നത് ചോദിച്ചിരിക്കുകയാണ്. മത്സ്യം, കൂർമ്മം, വരാഹം മുതലായ അവതാരങ്ങൾ പല യുഗങ്ങളിലും പല സമയങ്ങളിൽ ഉണ്ടായതാണ്. ബലരാമനും ശ്രീകൃഷ്ണനും ഒരേ സമയത്തുണ്ടായതാണ്. ഒരേ സമയത്താണ് അവർ അവതരിച്ചിരിക്കുന്നത്. സമയവ്യത്യാസമില്ല. അപ്പോൾ അതാണ് ഇവിടെ പറഞ്ഞത് ഒരേ സമയത്തിൽ, ഏകകാലത്തിൽ എന്ന് പറഞ്ഞത്. രാമ, ലക്ഷ്മണ, ഭരത, ശത്രുഘ്നന്മാർ വിഷ്ണുവിൻ്റെ കലകളാണ്, ഒപ്പാണ് ഉണ്ടായത്. ഒരേ സമയത്തിൽ പല അവതാരങ്ങൾ വന്നു, ഒരു കലയല്ല. പിന്നെ പല യുഗങ്ങളിലായിട്ട് പല അവതാരങ്ങൾ അങ്ങനെയും ഉണ്ടായിട്ടുണ്ട്. അപ്പം അതിൻ്റെയൊക്കെ കർമ്മങ്ങൾ എന്തൊക്കെയാണ്? വിഭർത്തി ഭൂരിശസ്ത്വേക കുർവൻ കർമാണി ജന്മഭി. വല്ലാത്ത അത്ഭുതമായിട്ട് തോന്നുകയാണ്. ഈ ഗർഭാവാസം, പ്രസവം, ബാല്യം, ഇതൊക്കെ എന്തിനാണ് ഭഗവാൻ അനുഭവിക്കണം? മനുഷ്യന് കൂടാതെ കഴിയില്ല, മറ്റ് ജീവജാലങ്ങൾക്കും കൂടാതെ കഴിയില്ല. സർവേശ്വരനായിരിക്കുന്ന ഭഗവാൻ മത്സ്യത്തിൻ്റെ ഗർഭത്തിൽ ജനിക്കുക, വരാഹമായിട്ട് ജനിക്കുക, ഇതൊക്കെ അത്ഭുതമാണ്. അതുകൊണ്ട് അതിനെക്കുറിച്ച് കേൾക്കുക തന്നെ വേണം.
എന്ന് പറയുകയാണ് പരീക്ഷിത്ത്. വിജിഗിഷ്ഠിതമേതന്മേ പ്രവീതു ഭഗവാൻ യഥാ ശാബ്ദേ ബ്രഹ്മണി നിഷ്ണാത പരസ്മിഞ്ച ഭവാൻ ഖലു. അതുകൊണ്ട് എൻ്റെ വിജിഗിഷ്ഠിതം സംശയം അങ്ങ് തീർത്ത് തരണം. അങ്ങ് എല്ലാ തത്വത്തെ അറിഞ്ഞവനാണ്, സത്യത്തെ അറിഞ്ഞവനാണ്, അനുഭവസ്ഥനാണ്. ഒരു ചെറിയ അനുഭവമെങ്കിലും ഉണ്ടെങ്കിലേ അയാൾക്ക് മറ്റൊരാൾക്ക് പറഞ്ഞു കൊടുക്കാൻ അത് കഴിയുള്ളൂ എന്നാണ്, അല്ലെങ്കിൽ കഴിയില്ല. ഈ അനുഭവമാണ്, ആ അനുഭവം മറ്റൊരാൾക്കും കിട്ടട്ടെ എന്ന സദുദ്ദേശത്തോട് കൂടിയിട്ട് പറയണത്. അതാവണം ഉദ്ദേശം. അതുകൊണ്ടുള്ള ലഭ്യം രണ്ടാമതാണ്. ഈ ലോകത്തിലേക്കുള്ള ധനധാന്യ ദ്രവ്യ ലബ്ധി ആവരുത് ഈശ്വര കഥയുടെ യഥാർത്ഥ ലക്ഷ്യം. അത് കൂടെ വരുന്ന രണ്ടാമത്തെ മൂന്നാമത്തെ ലക്ഷ്യമാണ്. അത്രയേ ഉള്ളൂ. അന്ന് ചേർന്നോളും, അതിൽ തൃപ്തിപ്പെടണം. അതിൻ്റെ യഥാർത്ഥ ഉദ്ദേശം എന്താവണം അറിയോ? താൻ എത്തിച്ചേർന്ന ഈ അവസ്ഥ മറ്റൊരാൾക്ക് കൊടുക്കണം. അത് മറ്റൊരാൾക്ക് കൊടുക്കാൻ ഉള്ള ഉത്സാഹമാണ് ശാബ്ദേ ബ്രഹ്മണി നിഷ്ണാത. ഇതാണ് ചോദ്യം. അതുകൊണ്ട് അങ്ങെല്ലാം അറിഞ്ഞവനും സത്യത്തെ അറിഞ്ഞവനും ആയതുകൊണ്ട് ഞങ്ങൾക്ക് ഈ സംശയങ്ങൾ എനിക്ക് പരീക്ഷിത്താണ് ചോദിക്കണം. എനിക്ക് ഈ സംശയം അല്ലയോ ശുഖമഹർഷേ തീർത്ത് തരയണമേ. ഭഗവാന്റെ സൃഷ്ടിയാദി വ്യാപാരങ്ങളെക്കുറിച്ച് ചോദിക്കണു. അതിനുള്ള മറുപടിയാണ് ഇവിടുന്ന് അങ്ങോട്ടുള്ള ശ്ലോകങ്ങളിൽ. നല്ലോണം ഒന്നങ്ങോട്ട് ഭഗവാനെ കീർത്തിക്കുകയാണ് ശുഖമഹർഷി. ഈശ്വര, ആരുടെ മാഹാത്മ്യമാണ് താൻ പറയാൻ പോണത്? എൻ്റെയോ നിങ്ങളുടെയോ പോലെയുള്ള ഒരാളുടെ ഇല്ല. ഈ ലോകം മുഴുവനെ സൃഷ്ടിച്ച് രക്ഷിക്കുന്ന ഒരാളെ പറ്റി പറയാൻ എങ്ങനെയാണ് ഒരു സാധാരണക്കാരന് മനുഷ്യ രൂപത്തിൽ ശരീരത്തിലിരുന്നിട്ട് കഴിയുക? അതിനാദ്യം ആ ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാവണം എന്നാണ്. അതിന് ഭഗവാനെ സ്തുതിക്കുന്നതാണ് ശുഖസാരസ്വതം എന്ന് പറഞ്ഞിട്ടുള്ള അടുത്ത ഭാഗം. കായേന വാചാ മനസേന്ദ്രിയർവാദ്യാത്മനാ വാ പ്രകൃതി സ്വഭാവാൻ കരോതി സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. ഓം പൂർണ്ണമദ പൂർണ്ണമിദം പൂർണ്ണാത് പൂർണ്ണമുദച്യതേ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യതേ. ഓം ശാന്തി ശാന്തി ശാന്തി. ഹരി ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഹരി ഓം.